മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഇത്ര വലിയ തോതിൽ ഉയരാനുള്ള കാരണം ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ തന്നെയാണ്. സമസ്തയുടെ ഇരുവിഭാഗങ്ങൾ, മുജാഹിദിൻ്റെ വിഭാഗങ്ങൾ, തബ്ലീഗ്, ജമാഅത്ത്, അതുപോലെ തന്നെ അലിയാർ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനകൾ, നജീബ് മൗലവി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനകൾ, അങ്ങനെ ഒരുപാട് മുസ്ലിം സംഘടനകൾ അവരുടേതായ രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും അവർ പ്രത്യേകം ഊന്നൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഒരുപാട് സയൻസ് കോളേജുകൾ, മതപരവും ഭൗതികപരവുമായിട്ട് പഠനം നൽകുന്ന സമന്വയ കോളേജുകൾ, ഇതൊക്കെ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ പിറവിയെടുത്തത് ഇത്തരം സംഘടനകൾ ഇവിടെ നല്ല ബുദ്ധിയോടുകൂടി, ആരോഗ്യപരമായ ബുദ്ധിയോടുകൂടി മത്സരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടായി എന്നുള്ളത് കേരളത്തിന് നല്ല രീതിയിൽ പുരോഗമനം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള പ്രശ്നങ്ങളിൽ ഈ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു നിന്നിട്ടുമുണ്ട്. സമുദായ സംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗ് ഏത് സമയത്ത് പ്രതിസന്ധി സമയത്ത് വിളിക്കുമ്പോഴും ഈ സംഘടനകളെല്ലാം ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഐക്യത്തോടുകൂടി മുസ്ലിങ്ങൾക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കാറുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ സംഘടനകൾ നമുക്ക് ആരോഗ്യപരമായി ഗുണം ചെയ്തിട്ടേയുള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ അനാവശ്യമായ വിവാദങ്ങളും മനുഷ്യൻ്റെ പച്ചയിറച്ചി തിന്നാൻ മാത്രം സംഘടിപ്പിക്കുന്ന ചില വേദികളും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാനും വയ്യ. അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഈ കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, വിദ്യാഭ്യാസ പുരോഗതികൾക്ക് വേണ്ടി ഒരുപാട് സഹായകമായിട്ടുണ്ട് എന്നത് കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും.